തുടങ്ങൂ. ആരു പറഞ്ഞാലും നേരു പറയാലും ഓരോന്നു തോന്നിയാൽ നന്നല്ല, അത് ഓർമ്മയിൽ വച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നെല്ലൊരു 25 രൂപ ഉണ്ടായിരുന്നു. ആ പൈസക്ക് ഞാൻ ഫെയർ ലെവലിൽ വാങ്ങി തേച്ച്. എപ്പോഴും രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ചു പറയും, ഇപ്രാവശ്യം നിങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ്, ഉറപ്പാണ് മറ്റേന്ന് പറയും. 10 മണിക്ക് അനൗൺസ് ചെയ്യുമ്പോൾ അത് വേറെ ആൾക്കാരിക്കും. ഇതെല്ലാം വർഷങ്ങളായിട്ട് കേൾക്കാം. അന്ന് ഞാനും ആ മാട്ടുപ്പെട്ടി മച്ചാനും ചേച്ചി ചേച്ചി അങ്ങനെ പേരില്ല, മാത്തുകുട്ടി ചായനാണ്. അന്ന് ജാക്കി ഷറഫ് ഉണ്ട്, ജാക്കി ഷറഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേത് ജാക്കി ഷറഫിന്റെ എല്ലാം വിട്ടു. ജാക്കി സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജയറാമേട്ടന്റെ അടുത്ത് വന്ന് ഇങ്ങനെയാണ് ജയറാമൻ അത് കൊണ്ടുവന്നത്. അപ്പൊ ജയറാമേട്ടന് ഈ ജാക്കി ഷറഫ് എന്നോട് വന്ന് ഇത് ചോദിച്ചാൽ എങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ അവിടെ എല്ലാരും നിൽക്കുക, അപ്പൊ വന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിക്കുക ഞാൻ ഇവിടുത്തെ വല്ല കുടിയാണോ ഒന്ന് ബാക്കി കൊണ്ടുവന്ന് ജയറാമേട്ടൻ ബാക്കിൽ അതിനെ കാണാൻ ആരെങ്കിലും ഇങ്ങനെ സിഗ്നൽ കാണിക്കും, ഇത് മറ്റേതല്ലേ. പെട്ടെന്ന് സിദ്ദിഖ് സാറ് പ്രസാദിനോട് ചോദിച്ചു, പ്രസാദിന്റെ മുടി വിഗാണോ ചോദിച്ചു. അയ്യോ അല്ല, ഒറിജിനൽ അതെ, നോക്ക് പ്രസാദിനോട് മുഴുവൻ പോലീസ് കൊടുത്തതിന് ആ എനിക്ക് തോന്നി ഇത്ര മോശമായ വിഗ് ആരും ഉണ്ടാക്കില്ല. 1 മണിക്ക് ബ്രേക്ക് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ശീല ചേച്ചി പറഞ്ഞതാ. ഒന്നുമില്ല, അകത്ത് വെച്ചിട്ടുള്ള തലേണയില്ലേ, അതൊന്ന് പാവം തല വെച്ച് കിടക്കാൻ വേണം, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഈ ഗർഭം എന്റെയാ, സത്യമാശം ആ ഗർഭം എന്റെയാ, അതാണ്. എനിക്ക് തന്നെ കുറെ ജോക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഓർമ്മയുണ്ടോ? 3 ഉറുമ്പ് ഒന്നിന്റെ പുറകെ ഒന്ന് പോയി. ഇവിടെ വെച്ച് പറയണ്ടേ, ഇനിയിപ്പോ ഭാഷയിൽ വേറെ വല്ല പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ശരിക്കും അപരനില് പത്മനാഭൻ സാറ് കണ്ടെത്തി. അത് കഴിഞ്ഞ ഉടൻ 3-ാം പക്കം ഒറ്റയടിക്ക് 2 പടമാണ് ആദ്യമേ സൈൻ ചെയ്തത്. ടെലഗ്രാം ഡയറക്ടർ പത്മരാജൻ, കം ആൻഡ് മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി. ലൈഫ് ചേഞ്ചിങ് ആവാനായിട്ടുള്ള എല്ലാ മറ്റേത് കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ ആലുവ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് നേരെ വിളിക്കുകയാണ്, 264515. അപ്പുറം അങ്ങേ തലകെ ആരാന്ന് ചോദിച്ചു. ജറമേ, പിന്നെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ട് ഒരു കുടുംബസ്ഥനായി കഴിയുമ്പോഴേ സ്വന്തം ജന്മനാട്ടിലേക്ക്, അതായത് പെരുമ്പാവൂർക്ക് തിരിച്ചു വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമായിരിക്കും. കാരണം ഈ വർഷം തുടങ്ങുന്നത് തന്നെ മലയാളി ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഒരു താരത്തിന്റെ തിരിച്ചുവരവിലൂടെയാണ്. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളിക്ക് വീണ്ടും നമ്മുടെ ജയറാമേട്ടനെ തിരിച്ചു കിട്ടുകയാണ്. ജയറാമേട്ടൻ വേണ്ട രീതിയിൽ ഒരു ഹയറ്റസ് എടുത്തു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു ബിഗ് മാസ് എൻട്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് ഈ എബ്രഹാം ഓസ്ലറിലൂടെയാണ്. മലയാളിക്ക് മലയാളിയുടേതെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണം തന്നെയാണ് ജയറാം എന്ന് പറയുന്ന നടൻ. എല്ലാ ഭാഷകളിലും അദ്ദേഹം ചെന്ന് അഭിനയിക്കുമ്പോൾ അദ്ദേഹം മലയാളിയാണെന്ന് നമ്മൾ ബാക്കിയുള്ളവരോട് പറയാറുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മലയാളിയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത്. ജയറാമേട്ടനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം അവർ ഓൺ പത്മശ്രീ ജയറാം. ആഹാ 2024 ഈ വർഷം എന്ന് പറയുന്നത് ഞാൻ പറയണെന്ന് വെച്ചാൽ ജയറാമേട്ടന്റെ ലൈഫിൽ ഇപ്പം 1988 എന്നൊക്കെ പറയുന്നത് പോലെ 88 എന്ന് പറയുന്ന വർഷം അറിയാലോ, അപരൻ തൊട്ട് തുടങ്ങുന്ന വർഷം. ആ വർഷം പോലെ മാർക്ക് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2024. അതിന് ഓസ്ലർ ഡെഫിനറ്റ്ലി, പക്ഷെ അതിന്റെ കൂടെ കുടുംബത്തിലെ ഏറ്റവും വലിയ 2 വിശേഷങ്ങൾ നടക്കുന്ന വർഷമാണ് അല്ലെ. പിന്നെ മോളുടെയും മോന്റെയും ചക്കിയും കണ്ണനും കല്യാണം കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് മറ്റേ അപ്പൊക്കെ ഇപ്പൊ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളത് പോലെയാണ്. കണ്ണനും ചക്കിയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അയ്യോ, കണ്ണനെ അതാ ഞാൻ പറഞ്ഞു, കണ്ണന്റെ ഓരോ കാലഘട്ടത്തിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോ ശരിക്കും ആ ഒരു സംഭവം ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിങ്ങളുടെ ഫാമിലിയിൽ കണ്ടിട്ടുള്ളത് ടച്ച്വുഡ്, സത്യം പറഞ്ഞാല് ഇത്രയും ഫ്രണ്ട്ഷിപ്പോടുകൂടി അച്ഛനും മക്കളും ആ ഫാമിലി ഇങ്ങനെ പോകുന്നത് ഒരു ഭയങ്കര സംഭവം. ഞാൻ പറഞ്ഞ കണ്ണുവിടാതിരിക്കട്ടെ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കണ്ണന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ ധരണിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ
ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെ ഫാമിലി ആയിട്ടായിരുന്നു. ഈവൻ ബിഫോർ എൻഗേജ്മെന്റ് ആണെങ്കിലും അത്രയും ഓപ്പൺ ആയിട്ട് കണ്ണനും ഒന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ആ ഫാമിലിയിൽ? തീർച്ചയായിട്ടും നമുക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും എന്തും അമ്മയോടും അച്ഛനോടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ അവർ പുറത്ത് ഫ്രണ്ട്സിനോടും ഒന്നും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്ത് കാര്യവും അവർക്ക് മനസ്സിൽ ഒരു പ്രസന്റ് വിഷമം വരുന്ന എന്ത് കാര്യമുള്ളൂ ഓടി അമ്മയുടെ അടുത്ത് പറയും, അപ്പം തന്നെ എൻ്റെ അടുത്ത് പറയും, അത് പറയും. അത് കാണാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രണയം വന്നപ്പോഴും പിന്നെ പ്രണയത്തിന് എതിർക്കാനും പറ്റില്ല. രണ്ടുപേരുടെയും കഥ മലയാളത്തിൽ മുഴുവൻ അറിയാവുന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ന്യൂ ഇയർ ആഘോഷം എല്ലാം അങ്ങനെയും ഗംഭീരമായിട്ട് പോകുന്നു. വെയിറ്റിംഗ് ഫോർ ഹോസ്റ്റൽ. ഞാൻ ഇപ്പൊ നമ്മുടെ ചെണ്ടമേളമായിട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെയും ഇതിന്റെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പൊ ജയറാമേട്ടനും സജീവമാണ് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഔട്ട്ഫിറ്റ് വാല്യൂ അല്ലെ വാച്ചുകളുടെ കളക്ഷൻ, മറ്റേ കാറുകളുടെ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ലക്ഷറിയാണ്. പക്ഷെ ജയറാം എന്ന് പറയുന്ന നടന്റെ കാര്യം വരുമ്പോൾ മാത്രം മലയാളി എപ്പോഴും എന്നറിയും ആന, ചെണ്ട, വീട്ടിലെ ഗോശാല, പശു, ഇതൊക്കെയായിട്ടാണ് ആ നാടൻ സംഭവം. അത് ഇന്നും എങ്ങനെ അത് കൊണ്ടുപോകും? അല്ല, അത് ഞാൻ എന്തായാലും ഉത്തരം പറയാൻ എനിക്കറിയില്ല കേട്ടോ മിഥുൻ. കുട്ടിക്കാലം തൊട്ട് നമ്മൾ കൊണ്ടു കിടക്കുന്ന ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇടയ്ക്ക് വന്ന് കയറിയത് സിനിമ മാത്രമേ ഉള്ളൂ. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പശുവുണ്ട്. ഈ കുഞ്ഞു പശുക്കുട്ടികളും സ്കൂളിൽ നിന്ന് വന്നാൽ കളിപ്പിച്ച് കാലത്ത് അതിന് അന്ന് ഇന്നത്തെ പോലെ ഇതില്ലല്ലോ, ഈ അതിനുള്ള പരുത്തിക്കുരുവും പിണ്ണാക്കൊക്കെ ഈ ഒരല്ലടിക്കുക, ആ ഒരല് ഫുള്ളായിട്ട് ഇടിക്കുക. അപ്പോൾ കാലത്ത് അതിൻ്റെ കൂടെ കൂടി അതിനും സ്കൂളിൽ പോകുന്നതിനും ഇതിന് തീറ്റ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ട് അതിപ്പോഴും കൊണ്ടു കിടക്കുന്നു. അതെ, ആനപ്രേമം. അതെ. മേളത്തിന്റെ ഭ്രാന്ത് ഞാൻ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞുതരാം. അതായത് വൈകുന്നേരം ഇവന്റ് ഉണ്ട്. അപ്പൊ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു പിന്നെ ഇപ്പൊ ഭാര്യ പറഞ്ഞ് കുറച്ചത് കുറപ്പിച്ചു. കാരണം ഞാനെ കാണാൻ വേണ്ടി നടന്ന് ഈ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് നമ്മുടെ സത്താറ സാംഗ്ലി, ബോംബെ പോയിട്ട് പൂനെ പോയിട്ട് അവിടെ നിന്ന് പോകണം. അവിടെ നിന്ന് പോകണം. ഒരാനയെ കാണാൻ വേണ്ടി അവിടെ പോയി. ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും മുടക്കി. കാരണം 11 അടിയുള്ളൊരു ആന അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു സാംഗ്ലി രാജമാതയുടെ അവിടെ. അതിനെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച ആനയുടെ മൂട്ടിൽ പോയിട്ട് നോക്കി നിന്ന് തിരിച്ചു വന്ന് പറഞ്ഞു, ഇനി മേല ഇത് ലാസ്റ്റ് ആയിരിക്കണം. ഇനി എങ്ങാൻ ആന എന്ന് പറഞ്ഞ് പൈസയും മുടക്കി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ 88 തൊട്ടതായി 2023 2024 കടക്കുന്നു. ജയറാമേട്ടൻ എന്ന് പറയുന്നത് മലയാളിയുടെ ലൈഫിലെ ഓരോ ഇവന്റും കണക്റ്റഡ് ആണ് ജയറാമുമായിട്ട്. 90s കിഡ്സും നമുക്കെല്ലാവർക്കും നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയറാമേട്ടനാണ് നമ്മുടെ ഓരോ കാലഘട്ടത്തിലെ ഓരോ ഇവന്റ്സും ജയറാമേട്ടൻ്റെ ഓരോ സിനിമകളുമായിട്ട് കണക്റ്റഡ് ആണ്. ക്യാരക്ടേഴ്സ്, ദ ബോഡി ഓഫ് വർക്ക് ജയറാമേട്ടൻ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ എന്താണ് ഒരു കാലഘട്ടത്തിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലൂടെ മാറി വരുന്നത് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ 88 തൊട്ടുള്ള 2024 ലൈഫ് കാണാൻ പറ്റും അതിനകത്ത് ഒരുപാട്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തു, ബട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ മനസ്സിൽ ഉണ്ട് ഞാൻ ചെയ്തതിന് എനിക്ക് വേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടോ? എന്റെ മനസ്സിലുണ്ട്, ഞാനത് പറയുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ജയറാമേട്ടന്റെ സൈഡിൽ ഞാൻ അത് പറയട്ടെ, ശേഷമാണ്. ശേഷത്തിലെ ക്യാരക്ടർ എനിക്ക് എൻ്റെ ബാക്കിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സമയവും കിട്ടിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഊളംപാറയുടെ അവിടെ പോയി ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ശരിക്കും ഈ പറഞ്ഞ പോലെ മനോനില തെറ്റിയ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിത്രാഞ്ജലിയിൽ സെറ്റിട്ട് അവരിൽ കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കാണും. ഞാൻ ഇന്ന മിനിറ്റ് ലോനപ്പൻ ആയിട്ട് ജയറാമേട്ടൻ മാറുന്നത് കണ്ടിട്ടുണ്ട്, കണ്ണ് നിറയുന്നത് കണ്ടിട്ടുണ്ട്, ആ ടൈം പീസുമായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആ സെറ്റിൽ ഒരുപക്ഷെ എല്ലാവരും ഇപ്പം മുരളി സാർ ഉൾപ്പെടെ ആ സെറ്റിലുള്ള ആൾക്കാരുടെയൊക്കെ നമുക്ക് കാര്യം പറയുമ്പോൾ മുരളി സാർ ഉൾപ്പെടെ അന്ന് നമ്മളെല്ലാവരും മനസ്സിൽ കണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് വേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞ വാട്ട് യു തിങ്ക്, എന്ത് തോന്നി? ഇപ്പൊ പറഞ്ഞ 100% സത്യമാണ്. അതേപോലെ തന്നെ എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് ഒന്ന് കമലിന്റെ നടൻ എന്നുള്ള സിനിമ. അതും ഇതേപോലെ ഒട്ടും ഇതാവാതെ പ്രതീക്ഷിച്ച ഒരു അതാണ്. അതേപോലെ തന്നെ ചെണ്ടയില് തൃത്താല കേശവൻ ആരാണെന്ന് അറിയാവുന്നവർക്ക് അറിയുള്ളൂ. തൃത്താല കേശവനായിട്ടാണ് ഞാൻ സോപാനം എന്നുള്ള ഷാജി എൻകുറി, അതും ഇതേപോലെ ആണ്. അല്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് മറ്റേ കണ്ണനെ കാണുമ്പോൾ പറയാറുണ്ട്, പിന്നെ വീട്ടിലെ നാഷണൽ അവാർഡ് വിന്നർ നിങ്ങളാണല്ലോ. അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. അച്ഛൻ പത്മശ്രീയാണ്, പക്ഷെ നാഷണൽ അവാർഡ് വിന്നർ ഞാനാണല്ലോ കണ്ണൻ പറയാറുണ്ട്. അല്ല, അത് എന്റെ വീട് അപ്പൂന്റെയിൽ പോലും
നമുക്കറിയാം അത് ജയറാമേട്ടൻ മകനെ അങ്ങനെ മോൾഡ് ചെയ്ത് ഇത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, കാരണം അവന്റെ പ്രായം അതാണ്. Correct. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ആ കാലഘട്ടത്തിലുമൊക്കെ ഞാൻ പറഞ്ഞ സ്വയംവര പന്തൽ അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അതിനേക്കാൾ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാന്നുള്ളതുകൊണ്ട്. സോ അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വേണ്ടൊരു അല്ല, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു 10 പേര് ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് നല്ലത് തോന്നാം, ചീത്ത തോന്നാം, അതിനേക്കാൾ ഇതാണ് നല്ലതെന്ന് തോന്നാം. അതാണ് അവരുടെ മനസ്സിലുള്ളതാണ്. ചിന്തയും കൊടുത്തിട്ടില്ല. എപ്പോഴും രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ചു പറയും, ഇപ്രാവശ്യം നിങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ്, ഉറപ്പാണ് മറ്റേന്ന് പറയും. 10 മണിക്ക് അനൗൺസ് ചെയ്യുമ്പോൾ അത് വേറെ ആൾക്കാരിക്കും. ഇതെല്ലാം വർഷങ്ങളായിട്ട് കേൾക്കാം. അത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന പ്രേം നസീറിനൊപ്പം ചെയ്യുന്നതാണ് 4ാമത്തെ സിനിമയാണ് ധ്വനി എന്ന് പറയുന്ന പടം. ആ ധ്വനി എന്ന് പറയുന്ന പടം ഉറപ്പായിട്ടും ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ടെങ്കിലും ആ പടമാണ് പ്രേം നസീർ സാർ അവസാനമായി ഡബ് ചെയ്ത് മുഴുവനായിട്ട് അഭിനയിച്ച പടം എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കടത്തനാടൻ അമ്പാടി ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡബിങ് എല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനാണ്. പക്ഷെ ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തില്ല. അതെന്തായിരുന്നു അന്നത്തെ? ഞാൻ അവിടെ പോയി, ഡബിങ്ങിന് പോയി. എന്നെ നിർബന്ധിച്ച് പ്രിയൻ വിളിപ്പിച്ച് ഞാൻ ഡബിങ്ങിന് പോയി. ഡബ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. ഒരു വാക്ക് പറയാൻ പോകുന്നതിന് മുമ്പ് പ്രൊഡക്ഷൻ മാനേജർ അല്ല എത്ര രൂപയാണെന്നൊന്ന് നേരത്തെ പറയണം ഡബിങ്ങിന്, അത് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഈ വലിയ മനുഷ്യന് ശബ്ദം കൊടുക്കാൻ വന്നിട്ട് അത് ഒരു കച്ചവടമായിട്ടാണല്ലോ കാണുന്നത്. ഞാൻ അപ്പം അതിലേ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ വരാം, ഒരു അത്യാവശ്യ സ്ഥലം വരെ പോകാൻ ആ വഴി സ്ഥലം വിട്ടു. പിന്നെ പോയില്ല. അത് നമുക്ക് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യവുമാണ് ശരിക്കും. അത് നമുക്ക് തോന്നിയത് അതൊരു ഭയങ്കര വലിയൊരു വികാരവുമാണ്. എനിക്കൊരു വികാരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റേ ഷീലാമ്മയായിട്ട് ഫ്ലൈറ്റ് ഇരുന്നപ്പോ ഡയലോഗ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്റെ മാത്തുക്കുട്ടിച്ചായ അവിടുന്ന് നമ്മൾ നേരെ ആ ജയറാമിൽ, കാരണം ഞാൻ ആ മാത്തുക്കുട്ടിച്ചായൻ ചോദിക്കാൻ കാരണം അതാണ്. മാത്തുക്കുട്ടിച്ചായ എന്ന ചേച്ചിക്ക് വായിൽ വരില്ല, മാട്ടുപ്പെട്ടി മച്ചാനേ വരുള്ളൂ. അതെനിക്കറിഞ്ഞൂടാ. ചേച്ചി എവിടെയോ ഇത് മനസ്സിൽ ഏതോ ആ സിനിമയുടെ പേര് കയറിയിട്ടുണ്ട്. ഡബിങ്ങിന്റെ സമയത്ത് പോയപ്പോഴത് 25 പ്രാവശ്യം 30 ടേക്കായി കഴിഞ്ഞാലും അന്ന് ഞാനും ആ മാട്ടുപ്പെട്ടി മച്ചാനും ചേച്ചി ചേച്ചി അങ്ങനെ പേരില്ല, മാത്തുക്കുട്ടിച്ചായനാണ്. ശരി, 1 more. എന്റെ മാട്ടുപ്പെട്ടി മച്ചാനെ. പിന്നെ അതെവിടെ അറിയില്ല. അതുകൊണ്ടാണ് അന്ന് ഫ്ലൈറ്റിൽ പോയപ്പോ ഞാൻ ചോദിച്ചു, ചേച്ചി ഓർമ്മയിട്ടോ മാത്തുക്കുട്ടിച്ചായൻ? അതെ അതെ. എന്നിട്ട് പറഞ്ഞില്ല. അവിടുന്ന് ഒക്കെ ഞാൻ പറഞ്ഞ ഇത്രയധികം ഫൺ ക്യാരക്ടേഴ്സ്, ഇത്രയധികം മികച്ച കഥാപാത്രങ്ങളിൽ നിന്ന് നേരെ ഓസ്ലറിലെത്തുമ്പോൾ ഹൗ ഇസ് ഓസ്ലർ ഡിഫറെന്റ്? ഓസ്ലർ എങ്ങനെയാണ് മറ്റുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത്? ശരിക്കും പറഞ്ഞാല് ഈ ഇത്രയും ഈ 35-36 വർഷം കണ്ട് ജയറാം എന്നൊരു വ്യത്യാസമായിട്ട് ആൾക്കാർ പറയുന്നു. 100% അത് നമുക്ക് ഓൾറെഡി ട്രെയിലറിൽ കാണാം. 10% ക്രെഡിറ്റ് ഗോസ് ടു മിഥുൻ മാനുവൽ. മജീഷ്യനാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ 88 തുടങ്ങുന്ന സമയത്ത് പത്മനാഭൻ സാറിനെ പോലെ അല്ലെങ്കിൽ ഭരതേട്ടനെ പോലെ അല്ലെങ്കിൽ ഐ വി ശശിയെ പോലെ അല്ലെങ്കിൽ സിബി മലയിലിനെ പോലെ കമലിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് തൊട്ടടുത്ത് നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യായിരുന്നു. മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് അവർ പറഞ്ഞു തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 95 കഴിഞ്ഞ് 2000 അടുത്ത് വന്നപ്പോഴത്തേക്കും മോണിറ്റർ വന്നു. ഡയറക്ടർ എവിടെയോ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു, ടോട്ടാലിറ്റി നോക്കുന്നു, ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് തരാൻ ആരും ഉണ്ടായില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നു, നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരേ റിയാക്ഷൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് പല സിനിമകളിലും അത് തന്നെ വരുമ്പോൾ മൊണോട്ടണസ് ആവും ആൾക്കാർക്ക്. അതാണ് അത് ഒരാൾ പറഞ്ഞു തന്നല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഡയറക്ടർ പറയുന്നത് കൊടുക്കുക. അതിന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സെറ്റിൽ ഞാൻ ഇതും കൂടി ചെയ്യുന്നുണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അങ്ങനെ ചോദിക്കുക, അത് കറക്റ്റ് ആയിട്ടും. അതില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഒരേ മൊണോട്ടണസ് ആയിട്ടുള്ള റിയാക്ഷൻ. കരച്ചിൽ എന്ന് പറഞ്ഞത്, ചിരി എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2020 ഒരു ഹയാത്തസ് എടുക്കാം, ഒരു ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചത്. സത്യമായിട്ട് തീരുമാനിച്ചത് ഒരു കംപ്ലീറ്റ് തെലുങ്ക്, തമിഴ് എല്ലാത്തിലും ഉള്ള മറ്റേ വില്ലൻ ക്യാരക്ടേഴ്സ് 365 ദിവസം ജോലിയാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ജയറാമേട്ടന് സത്യനന്ദിക്കാട് നമുക്കറിയാം, അത് വരുന്നു എന്നുള്ളത് നമുക്കറിയാം.
നിങ്ങളുടെ ഒരു കെമിസ്ട്രിയിലുള്ള പടം അറിയാം. പക്ഷേ ഈ ഈ കാലഘട്ടത്തിന് പുതിയ വേണ്ടി ജനറേഷൻ്റെ ഒരു മാറ്റമില്ലേ, സിനിമയുടെ ടോട്ടലി വന്നിട്ടുള്ള മാറ്റം, അത് മ്യൂസിക്കിലായാലും ഡയറക്ടർ സൈഡിലായാലും മറ്റേ ഒരു പുതിയ തലമുറ, പുതിയൊരു സർക്കിൾ സിനിമയിലുണ്ട്. വണ്ടർഫുൾ. ഓക്കെ അതിനകത്തേക്കൊന്ന് എൻട്രി ചെയ്യാനുള്ളൊരു സിനിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നു. ഓക്കെ അതാണ് ഹോസ്റ്റലർ. അതാണ് ഹോസ്റ്റലർ. ഓക്കെ. ആൻഡ് ഹോസ്റ്റലറിൽ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു മാനിക് ഡിപ്രഷനുള്ള ഒരാൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ നടന്നു വരുന്നത് അർജുൻ അശോകനെ കാണാനായ ട്രെയിലറിൽ നടന്നു വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് നടന്നു വരുന്നത്, ഒരു വിജയിയായിട്ടല്ല നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഉറപ്പാണ് അത് മാത്രമല്ല ഹോസ്റ്റലറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും ഹോസ്റ്റലറിൻ്റെ വേറൊരു രൂപവും ഒക്കെ പടത്തിലുണ്ടാവും എന്നുള്ളത്. അഗൈൻ ഞാൻ ഹോസ്റ്റലർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എബ്രഹാം ഹോസ്റ്റലർ എന്ന് പറയുന്നത് ജയറാമേട്ടന്റെ ക്യാരക്ടറാണ് എന്ന് വിശ്വസിച്ചാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോ ആ ഒരു അതിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു ഗ്രാഫ് ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റാവുന്ന അത്രയും ഒന്ന് പറഞ്ഞുതരാം. അല്ല, ഇത് ഒരു ഹൈലി ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ഒരു മെഡിക്കൽ ത്രില്ലർ. അതെ, അത് കൊണ്ടുപോയിരിക്കുന്ന രീതി, അതിനകത്ത് പോകുമ്പോൾ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സസ്പെൻസ്, ത്രൂ ഔട്ട് ഡബ് ചെയ്യാൻ പോയപ്പോൾ കണ്ട മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ഷോട്ടിൽ പോലും ഇതിൽ ഞങ്ങളുടെ കഴിഞ്ഞ 35 വർഷമായിട്ട് കാണുന്ന ജയറാമിനെ കാണുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞതാണ് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. എനിക്കൊന്നും മിഥുന ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ജയറാമിന്റെ അടുത്ത് പറഞ്ഞല്ലേ? ഫസ്റ്റ് മിഥുൻ ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 100% ഞാൻ ഓക്കെ ആണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അതെല്ലാം ഓക്കെയാണ്, നിങ്ങൾ വന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ ജയിച്ചു തരാം. ഫസ്റ്റ് ഡേ ഉള്ള കറക്ഷൻ ഉണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു, ഒരാളൊന്നും നമ്മളെ കറക്റ്റ് ചെയ്യാനുണ്ടായാൽ മതി, ബാക്കി നമുക്ക് അതേപോലെ. പിന്നെ ഒരു ദിവസം പോലും മറ്റേതിലേക്ക് തെറ്റ് വരില്ലേ. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ശബ്ദം കേട്ടില്ലേ? ശബ്ദം കേട്ടു. അല്ല, ഞാൻ പറയുന്നത് ചോദിക്കുമ്പോ ഇനിയിപ്പോ അഥവാ അദ്ദേഹം അതിനകത്തുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ആ സസ്പെൻസ് കളയണം. അതുകൊണ്ടാണ് ഞാൻ പറയാം. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഇതിനു വേണ്ടി ഒരു സെർച്ച് നടത്തുമല്ലോ, പ്രത്യേകിച്ചും ആൾക്കാരാണോ കണ്ടുപിടിക്കാതെ, എന്താ കണ്ടുപിടിക്കാത്ത. അപ്പോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരിടത്ത് വന്നതിന്റെ, അതായത് ലൊക്കേഷനിൽ വന്നതിന്റെ സ്റ്റിൽസ് വെളിയിൽ വന്നിട്ടുണ്ട്. വിക്കിപീഡിയയിൽ എവരിബഡി നോസ് എവരിത്തിങ്, എല്ലാവർക്കും അറിയാം. ഈ കാലത്തൊന്നും ജനങ്ങളെയൊന്നും പറ്റിക്കാനൊന്നും പറ്റില്ല, എവരിത്തിങ് അവർക്കറിയാലോ. അപ്പോ പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാല് ആ ഒരു എന്തും ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ ആ സിനിമയിൽ അത് അവര് ആദ്യം തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അത് എവിടെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതെ, അത് നമ്മൾ കളയരുതില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ വോയിസ് അവിടെ കിടക്കുന്നുണ്ട്, ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അത് ബാക്കിയൊക്കെ സിനിമ കണ്ട് അറിയേണ്ട കാര്യമാണ്. വെടിക്കുന്ന ഒരു ടൈം ആയിരിക്കും അത്, ഞാൻ പറയാം. തിയേറ്ററിൽ ഇങ്ങനെ വെട്ടിക്കുന്ന ഒരു സമയം, അതിനു വേണ്ടി ശരിക്കും പണ്ട് ജയറാമേട്ടനും ഒരു സദസ്സുണ്ടാവും. അതായത് നിങ്ങൾ ഒരു നടുക്കിരുന്നിട്ട് കഥകളാണ് മുഴുവൻ. ഇന്ന് കാരവൻ കൾച്ചറാണ്, നമ്മൾ വാനിറ്റി വാൻ കൾച്ചറാണ്. അപ്പോൾ അത് ജയറാമേട്ടൻ ഹോസ്റ്റലറിലെത്തിയപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായോ? തീർച്ചയായിട്ടും. ഞാനാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ ശരിക്കും പുതിയ തലമുറയിലെ ടെക്നീഷ്യൻ ഡയറക്ടേഴ്സ് എല്ലാവരോടാണ്. ഇനിയിപ്പോൾ ഒന്ന് നടുക്ക വന്ന് നിന്ന് തരാം, എന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത്രയും വേറൊരു ഇതാട്ടോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫീല് കിട്ടുന്നത്. സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. സിനിമ മുഴുവൻ മാറിക്കഴിഞ്ഞു. ജയറാമേട്ടൻ ഇതുപോലെ തന്നെയാണ് ശരിക്കും. ഇപ്പം ഹോസ്റ്റലറിന്റെ ഒരു യാത്ര നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അഗൈൻ യാത്രകളുടെ കാര്യത്തിലും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്രകളുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും ഈ പറഞ്ഞ ഞാൻ ഒരു യാത്രയിലുണ്ടായ അനുഭവമാണ് ഞാൻ മിഥുന് സുഖമില്ലാതെ വന്നപ്പോൾ. അയ്യോ, അത് പറയണം. ഞാനത് പറയാതിരുന്നാൽ അതൊരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് ബെൽസ് പാൽസി വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന കോൾ വാസ് ജയറാമേട്ടൻസ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അത് ഞാൻ കണ്ണൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ചേട്ടാ അച്ഛൻ പറയണോ പകുതി എടുത്താൽ മതി കേട്ടോ. പറയും അച്ഛൻ കുറച്ച് എമ്പതൈസ് ചെയ്തൊക്കെ പറഞ്ഞെന്ന് വരും, കഥ നമുക്കുണ്ടാകും. പക്ഷെ അത് ഭയങ്കര തന്ന ഒരു കോൺഫിഡൻസ് വാസ് അമേസിങ്. കാരണം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നുമില്ല, ഞാൻ ഓസ്ട്രേലിയ പോയപ്പോ എനിക്ക് ഇതേപോലെ അതൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും. ഇത് എനിക്ക് ബെൽസ് പാൽസി വന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നമുക്കൊരു ചെവിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് സാധാരണ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ ബാലൻസിങ്ങിന്റെ സംഭവത്തിൽ. അപ്പൊ അതങ്ങനെ ഈ ക്രേനിയൽ നെർവ് ഭയങ്കരമായിട്ട് അങ്ങ് ചുരുങ്ങിയിട്ട് ഈ സൈഡിലെ ഇമോഷൻസ് ഒന്നും വരില്ല.
ഒരു പകുതി എമോഷൻ. എല്ലാവരും വിചാരിക്കും സ്ട്രോക്ക് ആണെന്ന്, പക്ഷെ ഇത് ബെൽസ് പാൽസി എന്ന് പറഞ്ഞ അസുഖമാണ്. പിന്നെ നമ്മുടെ കണ്ണിന്റെ ഇത് വലിയ മാറിപ്പോകും. നമ്മൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. നമുക്കിപ്പോ 2 കണ്ണ് ഒരുമിച്ച് അടയ്ക്കല്ലോ, ഇതിപ്പോ ഒറ്റ കണ്ണേ അടയുള്ളൂ, മറ്റേ കണ്ണ് അടയില്ല. ആൾക്കാര് തെറ്റിദ്ധരിച്ചെന്നവരെ വരാം. അപ്പൊ ജയറാമേട്ട അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഓസ്ട്രേലിയ പോയപ്പം തണുത്ത മറ്റേ എനിക്ക് ഇതല്ല വന്നത്. അതെന്തായിരുന്നു എന്ന് പറഞ്ഞേ. അച്ഛേ പറയല്ലേ, ഞങ്ങളിങ്ങനെ ഓസ്ട്രേലിയയിൽ പോയപ്പോ ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ് എന്ന് പറഞ്ഞു, മെൽബോൺ കടലിന്റെ സൈഡിൽ കൂടെ കാട്ടിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ റെന്റേ കാർ എടുത്തിട്ട് മോനാ ഓടിക്കുന്നത്. അപ്പം ഇങ്ങനെ പോണ വഴിക്ക് നല്ല കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ വരും. അപ്പം അവിടെ പോകുമ്പോൾ ഈ ബിയർ തന്നെ അവർ ഡ്രോട്ട് ബിയർ തന്നെ ഒരു താഴെ ഒരു ഇതിനകത്താണ്, ഇതിനകത്ത് ഇത് ചെയ്ത് വെച്ചിട്ട് ആ അതെ സെല്ലാർ പോലെ അതിനകത്ത്. അപ്പം ആ ബിയർ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട്, ബിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ചെറിയ ഇതിലല്ല, അവരൊരു മഗ്ഗിലാണ്, ഒരു ഇവിടുത്തെ ഒരു 4-5 കുപ്പിയെങ്കിലും വരുന്നത്. അങ്ങനെ ഒരു ഒറ്റ മഗ്ഗി ഡ്രോട്ട് ബിയർ എടുത്തിട്ട് ഒരൊറ്റ കുടി കുടിച്ച്. ഈ തണുപ്പിൻ്റെ ആണോ എന്താണോ, അവിടെയും തണുപ്പായിരുന്നു കാലാവസ്ഥ, അതിൻ്റെ മുകളിൽ തണുപ്പ് അങ്ങോട്ട് കുടിച്ച്. ഈ സൈഡ് മാത്രം ഇത്രേ, അത് എന്താ പറഞ്ഞൂടാ. നേരെ ഈ സൈഡ്, ഈ പകുതി ഓക്കെ, ഈ പകുതി ഇത്രയുണ്ട്. അപ്പൊ തന്നെ നേരെ അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിട്ട് കണ്ണൊക്കെ ഇങ്ങനെ പോയി, ഒരു സൈഡ് മാത്രം. എന്നിട്ട് അത് എത്ര ദിവസം എടുത്തു അത് മാറാനായിട്ട്? അത് മാറാനായിട്ട് ഒരു 48 hours, ഒരു 3 ദിവസം എടുത്തു. 3 ദിവസം എടുത്ത് പതുക്കെ പാനിക്കായി പോയി കാണില്ലേ. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നത് എനിക്ക്. ഒരു തണുത്ത ബിയർ കുടിച്ചാൽ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു യാത്രയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വേറെ കുഴപ്പം കൂടി പറ്റിട്ടോ. ഇനി അതും കൂടി പറഞ്ഞേക്കാം. ഒരു 50,000 റുപ്യ പോയൊരു കാര്യം കൂടി. ഇതെല്ലാം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇതേപോലെ മേടിച്ച മറ്റേ ചില സാധനങ്ങൾ പിന്നെ കയ്യിലിരിപ്പുണ്ട്. വെറുത്തത് തന്നെ കുടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തിരിച്ച് മെൽബോൺ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 100 kilometers എന്താ പാടുള്ളൂ. കണ്ണനാണെങ്കിൽ 150 കണ്ടാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ അടിച്ചു. ആ ക്യാമറ കൃത്യമായിട്ട് അടിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് അതിന് 25,000, ഈ ഫ്രണ്ടിൽ നിന്ന് കുടിച്ചതിന് 25,000, അത് രണ്ടും കൂടി ചേർത്ത് 50 പോയി കിട്ടും. മറ്റേ ആ സമയത്ത് മറ്റേ ഇത് മുഴുവനാണ് മറ്റേ ധനനഷ്ടം. നമ്മൾ വിചാരിക്കും ഓസ്ട്രേലിയയിലല്ലേ ഇത് അടിച്ചിട്ട് പതുക്കെ വീട്ടിലേക്ക് പോകാമല്ലോ. ആ റെന്റേ കാർ കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ സാധനം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ യാത്രയിലുണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സിംഹം വന്ന് ചക്കിയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് കഥയുണ്ടല്ലോ. അവന് ഞാനാ പേര് വെച്ചത്. അതെന്താണ് സംഭവം? അതൊന്നുമില്ല, മറ്റേ ആഫ്രിക്കയിൽ ഞങ്ങൾ കാട്ടിൽ പോയി താമസിച്ചു, ഒരു ടെന്റിൽ താമസിച്ചായിരുന്നു കെനിയയില്. അപ്പൊ ഇവനാണ് കൊണ്ട് കാണിക്കാനൊക്കെ ആയിട്ട് അവിടെ ഗൈഡായിട്ട് നോക്കുമ്പോൾ ഇവന്റെ ഒരുപാട് മുറിവുകളും പാടുകളും ഇങ്ങനെ വെട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചോ, സിംഹം അറ്റാക്ക് ചെയ്താന്ന് പറഞ്ഞു. പശുക്കളായിട്ട് പോകുന്ന വഴിക്ക് സിംഹം അറ്റാക്ക് ചെയ്താണ്. അപ്പോൾ അങ്ങനെ സിംഹത്തിന് ഇവൻ ഒരു കോല് വെച്ച് കുത്തി പശുക്കളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് ധീരനായിട്ടുള്ള കഥ പറഞ്ഞു ഇവൻ. അങ്ങനെ ഇവന് ഞാൻ സിംഹം എന്ന് പേര് വെച്ചു. സിംഹം എല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ സിംഹം എടുത്ത് പറഞ്ഞു, സിംഹത്തിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി 15 പശു ഉണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കാം. അതാണ് അവരുടെ ക്രൈറ്റീരിയ. 15 പശു ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. പശു 2 ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. അല്ല സോറി, അവന് 10-30 പശു കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നല്ല ഐഡിയ ആണുള്ളത്. 15 പശു ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കല്ലോ. നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് ഒരു 15 പശുവായിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതം സുഖമായില്ലെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് അവനിങ്ങനെ മാറി ഇന്ന് തൂണിൻ്റെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു. ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ഇനി ഒരു 15 പശുവിനും കൂടി മേടിച്ചോളാം, എൻ്റെ മോളെ കെട്ടിച്ചേരാൻ മതി ചോദിച്ചു. ചാക്കി എന്നങ്ങാണ്ട് 10ാം ക്ലാസ്സിൽ പോയി 10ൽ പഠിക്കുക. രക്ഷപ്പെട്ടു പറഞ്ഞല്ലോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ അവൻ സെന്റിമെന്റലായിട്ട് പാതിയൊക്കെ കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. ഞാൻ അങ്ങനെയെങ്കിലും മനസ്സ് മാറി കെട്ടിച്ചു കൊടുക്കണമെങ്കിലോ. ശരി എടുത്തു, എന്താ ചെയ്യ. ഇപ്പോ ഓസ്ലറിന്റെ ലോഞ്ച് ഫംഗ്ഷൻ, അതിനകത്ത് നിന്ന് 5 ലക്ഷം രൂപ എടുത്ത് കൊടുത്തത് കുട്ടികൾ, ആ പശുക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് എനിക്ക് അതിശയൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ പശുക്കളെ സ്വന്തം അവിടെ, എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ ആ വീട്ടില് കൃഷിയുണ്ട്. ശരിക്കും പശുക്കള് ഫുള്ളായിട്ട് ചെന്നൈയിലല്ലോ അല്ലേ? അതെവിടെയാണ്? നാട്ടിൽ തന്നെയാണ്. അതെവിടെയാണ് അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഇത് ചെയ്തേക്കുന്നത്? ആണോ? ഭയങ്കര നീറ്റായിട്ട് അത് ഫുള്ള് തൊഴുത്താണെന്ന് പറയാനും പറ്റില്ല, ഒരു ഗോശാല തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ?
അത് അങ്ങനെ അത് എത്ര നാളായിട്ട് അങ്ങനെ അത് കൊണ്ടുപോകുന്നുണ്ട്? 2005-ലെയും 2012-ലെയും ബെസ്റ്റ് ക്ഷീരകർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി ഫാം. അതെ, ഇത് രണ്ടും കിട്ടിയ ജയറാമേട്ടനാണ്. അതെ, ഞാൻ ചോദിക്കുന്നത് അതിലേക്ക് എങ്ങനെയാണ്? അത് ഈ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ സംഭവം എന്താണ്? പേപ്പർ കണ്ടപ്പോൾ രാവിലെ കരഞ്ഞു പോയി എന്ന് പറയാം. അല്ലേ ഒരു 2 കുട്ടികൾ, അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടി. ഇതേ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് പറഞ്ഞാണ്, എല്ലാവർക്കും അറിയാം, ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് ഇതേ അനുഭവം. ഇതേപോലെ 10-22 പശുക്കൾ എൻ്റെ ഫാമിൽ ഇതേപോലെ ഇല കഴിച്ച്, ഈ ചില ഇലകളുണ്ട്, ഈ ആനത്തൊട്ടാവാടി അങ്ങനെയൊക്കെ പറയുന്ന ചില, അതെ അത് കഴിച്ചാൽ വിഷം ഉണ്ടായിരുന്നു. ഇത് കപ്പയുടെ തൊണ്ട് കഴിച്ചാണ്. ഇതേപോലെ 10-22 പശുക്കൾ എനിക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നേരിട്ട് നമ്മൾ ചെന്നൊരു സമാധാനിപ്പിക്കാൻ പറ്റാതല്ലേ ഏറ്റവും വലിയ, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ മൃഗങ്ങളോടുള്ള ഇഷ്ടം. ഇപ്പൊ ആനയുടെ കാര്യത്തിലാണെങ്കിൽ മാത്രമല്ല, എന്തും ഒരാൾ തുടങ്ങി കൊടുത്താൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് അത് തുടങ്ങി വെച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ഒരുപാട് ആൾക്കാരുടെ സഹായം വന്നു. ആ കുട്ടികൾക്ക് അതൊരു വലിയ ഹെൽപ്പായിട്ട് മാറി. അയ്യോ, കേരളത്തിന്റെ ആ കാര്യത്തിലുള്ളൊരു യൂണിറ്റി എന്ന് പറയുന്നത് 100% ഭയങ്കരം തന്നെയാണ്. അതില് ഭയങ്കരം തന്നെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ജനം കൈകോർക്കുന്നത്. പവർ ഓഫ് സോഷ്യൽ മീഡിയ. അത് ജയറാമേട്ടനെ പോലുള്ള ആൾ അതിന്റെ ലീഡർഷിപ്പ് കൊടുത്തപ്പം പിന്നെ എല്ലാവരും ഇറങ്ങി അതിനുവേണ്ടി ചെയ്തു എന്നുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ. അത് വലിയ ദൈവാനുഗ്രഹം. പക്ഷേ ഈ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്, എല്ലാ മൃഗങ്ങളോടും ഒരു സ്നേഹമുണ്ട്. ആനപ്രേമം നമുക്കറിയാം. പശുക്കളുടെ കാര്യം പറഞ്ഞു, ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയധികം മൃഗങ്ങളുമായിട്ട് ജയറാമേട്ട അഭിനയിച്ചത് പഞ്ചവർണ്ണ തത്തയിലാണ്. അതിനകത്തൊരു ചോദ്യമുണ്ട്, ആ സിംഹത്തിന്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ആ പെരുമ്പാവൂർ ഭാഷയിലാണല്ലോ അത് പറഞ്ഞേക്കണേ. എനിക്ക് തോന്നുന്നു ആദ്യമായി മുഴുവൻ ഫുൾ ഫ്ലെജ് പെരുമ്പാവൂർ ഭാഷ പദവും അത് തന്നെയല്ലേ? അതെ, അത് പെരുമ്പാവൂർ ഭാഷ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല, എന്നാലും ഒരു പെരുമ്പാവൂർ ഭാഷ അതിനകത്ത് കുഴപ്പമുണ്ട്. അതെ, ഭർത്താവ് വിളിച്ചായിരുന്നോ അങ്ങനെയല്ല? അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സംവിധായകനും ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലം തൊട്ട് ഞാനും പിഷാരുടെയും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഒരുപാട് ഞാൻ വളർത്താത്ത ജന്തുക്കളില്ല. കുട്ടിക്കാലത്ത് തൊട്ട് ഈ വെള്ളയെലി, ലവ് ബേർഡ്സ്, അണ്ണാൻ, കോഴി, ആട്, പശു, പ്രാവുകള്, പലതരത്തിലുള്ള പ്രാവുകള്, ഇതിന്റെയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു എനിക്ക്. ഇതിന്റെ എല്ലാം ഈ പ്രാവുകൾ ബ്രീഡ് ചെയ്തിനെ, പ്രാവിനെ വെക്കുക, ഒരു പേരിന് 2 രൂപ 3 രൂപ അന്നത്തെ കാലത്ത് ഇത് വെക്കുക, ലവ് ബേർഡ്സിനെ വെക്കുക. ഇതിൻ്റെയൊക്കെ കൂടുകൾ വീട്ടിൽ ഈ മുഴുവൻ എലി, വെള്ളയെലി, മറ്റേത് പിന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും ഈ മാർക്കറ്റുള്ള ദിവസങ്ങളിൽ ഇതിനൊക്കെ വിൽക്കാൻ വരും ഈ തത്തകളെ. ഇപ്പോഴല്ലേ ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. എല്ലാ സാധനത്തിനും ഈ എന്തോ അതിന് പേര് പറയും, എനിക്ക് മറന്നുപോയി. കണ്ണിങ്ങനെ തള്ളിയിട്ട് ഒരു ജീവിയുണ്ട് ഇങ്ങനെ, ഗെക്കോ, മറ്റേ അതിന് മലയാളത്തിലുള്ള പേര് ഞാൻ മറന്നുപോയി. അതിനൊക്കെ വിൽക്കാൻ വരും. ഇതിനെ മേടിച്ചോണ്ടിരിക, മൂങ്ങയെ മേടിച്ചോണ്ടിരിക. അത് ശരി, ഇതിനെയൊക്കെ വളർത്തിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ പഞ്ചവർണ്ണ തത്തയിൽ വലിയ പ്രയാസം ഉണ്ടായില്ല. ഇതൊക്കെ ആയിട്ട് അഭിനയിക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴും. അതിൽ കുതിരയെ ഓടിച്ചു പോകുന്ന സീക്വൻസ് ഉണ്ട്, ചാക്കുച്ചനെയും കൊണ്ട് മറ്റേ കുതിരപ്പുറത്ത് പോയിട്ട് ഇത് ചെയ്യുന്നത്. അതില് ആ പഞ്ചവർണ്ണ തത്ത, അതും പിഷാരടിയുടെ ഫസ്റ്റ് പടവുമാണ്. പിഷാരടി ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമേ വന്നത്, ഞാൻ പറഞ്ഞ ഇന്ന് മിമിക്രിക്കാർക്ക് എല്ലാവർക്കും മിമിക്രിയിലോട്ട് വരുമ്പോൾ, നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടായിരിക്കുമല്ലോ മിമിക്രിക്കാർ വരുന്നത്. നമ്മൾ ഒരു ഷോയിലും ഒക്കെ വരുമ്പോൾ പറയുന്നതാണ്, അവർക്ക് ഫസ്റ്റ് കാണുന്ന വെളിച്ചമാണ് ജയറാമേട്ടൻ. അതായത് വന്ന് മിമിക്രിയിലൂടെ വന്ന് നേടിയെടുത്ത ഇതാണ് ഇതെല്ലാം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിഷാരടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം ഒരു കഥ ചിന്തിക്കുമ്പോഴും നേരെ വരുന്നത്, അതായത് മിമിക്രിയിലുള്ള ആൾക്കാർ വരുന്നതും നേരെ ജയറാമേട്ടൻ്റെ അടുത്താണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേര് വന്ന് കഥ പറയാറില്ലേ? പിന്നെ ഫസ്റ്റ് വന്നൊരു അഭിപ്രായം ചോദിച്ച് ഇതെടുക്കുന്നൊരു ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പിഷാരടി എങ്ങനെയായിരുന്നു ഇത് എപ്പോഴാണ്? അതിന്റെ ഫസ്റ്റ് പേര് ലാഫിംഗ് ബുദ്ധ, അതുകൊണ്ടാണ് ആ രൂപം ഒക്കെ കൊടുത്തത്. അയാൾ എവിടെ വരുന്നു അവിടെ ഒരു സൗഭാഗ്യം ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഇത് ഏകദേശം ഒരു വർഷം മുമ്പേ, ആ സിനിമ തുടങ്ങുന്നതിന് 1 വർഷം മുമ്പേ പിഷാരടിയുടെ അടുത്ത് പറഞ്ഞാണ്. പിന്നെ രൂപം മാത്രം, അതിന്റെ ചെവിയൊക്കെ കുറച്ച് എക്സ്ട്രാ ഒക്കെ വെച്ചു. ആ രൂപം, ആ നടത്തം, ആ വയറ്, അപ്പൊ പിന്നെ സ്ലാങ്ങും കൂടി അവസാനം ഒരു പെരുമ്പാവൂർ സ്ലാങ്ങും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് ചെയ്തത്. അങ്ങനെ സെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ജയറാമേട്ടന്റെ ട്രാൻസ്ഫോർമേഷനുകളിൽ ആ ഒരു കഥാപാത്രമാണ് കേട്ടോ, മറ്റേ ആൾവാർക്കടിയൻ നമ്പിക്ക് അല്ലേ? അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ശരിക്കും ആ ഫോട്ടോ ആണ് മണിരത്നം സാറ് വീട്ടിൽ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കേട്ടു. മണിരത്നത്തിന്റെ ഓഫീസിൽ പോയിട്ട് ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്നിലേക്ക് ഇത് എത്താൻ എങ്ങനെയാ കാരണം വെച്ചു. നേരെ അകത്ത റൂമിൽ ഇതേപോലെ വലിയ വോളിൽ ഓരോ ക്യാരക്ടേഴ്സിന് റെഡിയാക്കി സ്കെച്ച് ചെയ്ത് കാണിച്ചു. എന്നിട്ട്
തലയിലുള്ള കുടുമി അത് മാറ്റാൻ പറഞ്ഞു. നോക്കുമ്പോ മറ്റേ കറക്റ്റ് പഞ്ചവർണ്ണത്തിൽ പഞ്ചവർണ്ണത്തിൽ അത് ഞാൻ ആ കുതിരയായിട്ട് നിൽക്കുന്ന അതിലാണ് ആ മുഖം മുഴുവൻ സ്കെച്ച് ചെയ്ത് വെച്ചത്. ആണ് ആ ക്യാരക്ടർ. അപ്പൊ അതിനുശേഷം ഇപ്പൊ പൊന്നിയിൻ സെൽവൻ വരെ കൊണ്ടെത്തിച്ചത് തീർച്ചയായും അതിന് കാരണക്കാരനായ പിഷാരടിക്ക് ഒരു സല്യൂട്ട് മാത്രമല്ല ഒരു വെൽക്കമും കൊടുക്കുക. പിഷാരടി വെൽക്കം. സർപ്രൈസ്. താങ്ക് യു. എവിടെ എവിടെ ഏയ് പ്രഭു വരൂ. പ്രഭു അത് ഏതിലാണ് ശരിക്കും? അത് 3 പേര് വെള്ളത്തിൽ മുങ്ങി സമയത്ത് പറഞ്ഞതാ. അതെയോ? അവന്റെ വീട്ടിൽ വെള്ളം കയറി ആ സമയത്ത് പറഞ്ഞാണ്. പക്ഷെ ഇരിക്കാം. അല്ലാണ്ട് സിനിമയിലെ ഡയലോഗ് അല്ല അത്. അല്ലല്ല അതിന് ആ സിനിമയൊന്നും ജയറാമേട്ടന്റെ സമയത്തോ അല്ലെ ചാക്കോച്ചന്റെ സമയത്തോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒട്ടകത്തിന്റെ സമയത്ത് മുണ്ടഴിച്ചോണ്ട് പോയത് പെരുമ്പാവൂര്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? സത്യമാണ്. ഇത്ര മോശമായ വിഗ് ആരും ഉണ്ടാക്കില്ല.